ഈ ലഘുനാടകത്തിൽ അഭിനയിക്കുന്നത് തൃശ്ശൂർ റീജിയണൽ ഹെഡ് ശ്രീ വി പ്രദീപ് സാർ, ഡെപ്യൂട്ടി റീജിയണൽ ഹെഡ് ശ്രീ കൃഷ്ണദാസ് സാർ, നിതിൻ ബിലാൽ, മോഹൻദാസ്, രാജു പോൾ, സിന്ധു, ഐശ്വര്യ, ആനന്ദ്, ഫ്രെഡി, റോയ് റോക്കി, ജനീഷ്, ജയൻ ആൻഡ് കൃഷ്ണരാജ്. ഈ നാടകം നിങ്ങൾക്കായി അണിയിച്ചൊരുക്കിയത് രചനയും സംവിധാനവും നിർവഹിച്ച ശ്രീ രാജു പോൾ. വലിയ കയ്യടികളോടുകൂടെ സ്വീകരിക്കാം. ഈ നാടകം ആസ്വദിക്കുക. അനൗൺസ്മെന്റ് ഞാൻ ചെയ്യാട്ടോ. ഒന്ന് പോയാട്ടെ അവിടുന്ന്. അതിന് ബാസുള്ള ആളെ പുറത്തുനിന്ന് വേറെ കൊണ്ടുവന്ന് നിൽക്കുന്നു. ഷാപ്പ് റിക്രിയേഷൻ ക്ലബ് അവതരിപ്പിക്കുന്ന ഷാപ്പല്ലടോ, സ്റ്റാഫ് അവതരിപ്പിക്കുന്ന ഒരു കർമ്മയോഗിയുടെ ഡയറി കുറിപ്പുകൾ. രംഗത്ത് കർമ്മയോഗിയോടൊപ്പം മോഹൻദാസ്, നിതിൻ ബിലാൽ, ഫ്രെഡി, ഐശ്വര്യ, സിന്ധു, കൃഷ്ണദാസ്, ചങ്ങായി സാർന്ന് പറ, പ്രദീപ്, ചങ്ങായി സാർന്ന് പറടാ, ജയൻ സാർ, കൃഷ്ണരാജ് സാർ, ആനന്ദ് സാർ, ജാനേഷ് സാർ. ഓ കിട്ടി മോനെ, പണി കിട്ടി. രചന സംവിധാനം. ഇതിന് രചനയും സംവിധാനം ആവശ്യമില്ല. ഇതൊക്കെ പണ്ട് തൊട്ടേ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു കർമ്മയോഗിയുടെ ഡയറി കുറിപ്പുകൾ. ജയ, നിനക്കിത് എവിടെ നടക്കുമ്പോഴത്തെ ഡാർക്ക് പാട്ടുകൾ കിട്ടണേ? നീ ക്രിസ്ത്യാനികളുടെ മരണ വീടുകളിൽ ഇങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട? അതൊക്കെ ഇതിലും ഭേദം. ആ സാറേ, ഗുഡ് മോർണിംഗ്. നേരത്തെ എത്തിയാ? ബെസ്റ്റ് ഗുഡ് മോർണിംഗ്. ഇവനിന്ന് കാലത്ത് വെച്ച ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കിട്ടില്ല, ഇന്നത്തെ മോർണിംഗും ഈവനിങ്ങും ഒക്കെ പോയി കിട്ടും. ജയ, എത്ര മണിക്കാ വന്നടാ? ഞാൻ 8:30 വന്നു സാറേ. അപ്പം നിനക്ക് ഈ 8:30 വന്നു കഴിഞ്ഞ് ഈ പണി അപ്പം ചെയ്തൂടെ? ഈ ആൾക്കാർ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് തള്ളിക്കയറാൻ നിൽക്കണ. അത് സാറ് പറയുന്നത് ശരിയല്ല. 8:30 ചെയ്തത് ആരെങ്കിലും കാണുമോ? എന്നിട്ട് സാറ് പറയും ജയ ഒന്നും ചെയ്യണില്ല എന്ന്. പണിയെടുത്താൽ മതി സാറേ, ആരെങ്കിലും ഒക്കെ കാണണ്ടേ? നമ്മളിതൊക്കെ തന്നെയല്ലേ ചെയ്യണേ? അല്ല, അത് ശരിയാ. പണി ചെയ്താൽ പോരാ, കാണിക്കാനും അറിയണം. അല്ല മോഹൻദാസ്, ഇന്ന് 7-ാം തീയതി അല്ലേ? നീ എന്ത് 9-ാം തീയതി വെച്ചാണ്? ഏത് ഇതാ? ഇത് ഡേറ്റ് അല്ല സാറേ, ക്യാമ്പയിൻ്റെ എണ്ണ. ആരെയും കാണിക്കാനൊന്നുമില്ല സാറേ. ഷോക്ക് അടിച്ച് കാണുന്ന ആരെയും കാണണ്ടേ? ഏയ് ഫീൽ ചെയ്യണ്ട ചേട്ടാ, സാറ് നേരം പോക്ക് പറയണതല്ലേ. ഇന്ന് പെൻഷൻ വന്നിട്ടാ, ചാടി ചാടി നിന്നോളോ. ഞാൻ ചാടിയിട്ട് എന്താ കാര്യം സാറേ? ചാടേണ്ട ആള് ബ്യൂട്ടി പാർലറിൽ മുഖത്ത് പെയിന്റ് അടിക്കാൻ വേണ്ടി ഇരിക്കണായിരിക്കും. ആ കുട്ടിത്തിരി മേക്കപ്പ് ചെയ്താൽ എന്തണ്ട ചെയ്യാ? അതുള്ള കാരണം ആൾക്കാർ മെക്കെട്ട് കയറാണ്ട് പോണം അവിടുന്ന്. എന്തിടത്താണ് ചെങ്ങായിമാരെ? 10 മണിയായല്ലോ, ഇതുവരെ സ്റ്റാഫ് ഒന്നും വന്നില്ല ഇവിടെ. നിങ്ങൾ ബാങ്കുകാരെ കാര്യമൊക്കെ കണക്കാണ്. എന്ന് വന്നാലും ഇവിടെ ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. എനിക്ക് അവിടെ ഇഷ്ടം പോലെ പണിയുള്ളതാ. കുറി എടുക്കാനൊക്കെ പോകാനുള്ളതാണ്. ലേശം ഉത്തരവാദിത്തമൊക്കെ ആവാട്ടോ. ഈ പാസ്ബുക്ക് ഒന്നും അടിച്ചിട്ട് ആരാശിച്ച കണ്ട്. അയ്യോ സാറേ, അതിന് പാസ്വേഡൊക്കെ വേണം. സാർ ഒരു 2 മിനിറ്റ് ഇരിക്കേ, ആ കുട്ടി ഇപ്പോൾ വരും. സാറിന് ജോലിക്ക് പോകണതാവൂലേ? ഞാൻ അവിടെ പണിയൊന്നും ഇല്ലാണ്ട് നടക്കല്ലേ ചെങ്ങായി. എനിക്ക് ഇവിടെ വാട്ടർ അതോറിറ്റിയിലാ പണി. സാറ് ഇപ്പൊ വന്നല്ലോ, ഞാൻ 1 മണിക്കൂറായി പുറത്ത് കാത്തുക്കണു, ഇതുവരെ വന്നിട്ടില്ല. ഏയ്, അപ്പൊ നിനക്ക് ഇന്നലെ വരായിരുന്നല്ലോ മോനെ? ഞാൻ ഇന്നലെ രാത്രി 11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. തന്നോട് ഞാനെന്തേ പറഞ്ഞോ? താൻ എന്തിനാ ചൂടാവണേ? എന്തിനാണോ താൻ ചൂടാവണേ? കസ്റ്റമേഴ്സിനോട് ആദ്യം വർത്താനം പറയാൻ പഠിക്കേ. കസ്റ്റമർ കിങ് ആണ്ടോ കിങ്. തന്നെ പഞ്ചാബില് പോയി നോക്ക്, വായയില് വിരലിട്ട കടിക്കില്ല അവിടുത്തെ സ്റ്റാഫ്.
വിട്ട് കളയബായി. സാർ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ബായ്യ തനിക്ക് എന്നെ കണ്ടിട്ട് ബായിട്ടാ തോന്നണേ. സാറ് എന്ന് വിളിക്കാൻ പഠിക്കണോ ആദ്യം. താൻ ആ ബറോഡയിൽ പോയി നോക്ക്. സാറ് എന്നല്ലാണ്ട് ഒരു അക്ഷരം വിളിക്കില്ല അവര്. സുഹൃത്തെ, പഞ്ചാബിലേക്കും ബറോഡയിലേക്കും കർണാടകയിലേക്കും ഒക്കെ പോവാം. ഇപ്പൊ കുറച്ച് നീങ്ങിക്ക്. ജേട്ടാ, സാറിന്റെ അടുത്ത് പേപ്പർ വെയിറ്റ് എടുത്ത് മാറ്റിയേ. ജയനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് സാറിന്റെ അടുത്ത് ഇതൊന്നും വെക്കരുതെന്ന്. എന്തേ കൊഴപ്പായോ? ഏയ് പ്രശ്നമൊന്നുമില്ല, കുറച്ചായിട്ട് നീങ്ങുന്നോ. ആള് കർമ്മയോഗിയാണേ. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. എന്താ കുട്ടിയത്, കുറച്ച് നേരത്തെ വന്നൂടെ ഇങ്ങട്. പോകുമ്പോ എത്ര വൈകി വേണമെങ്കിൽ പൊക്കൂടെ. 7 മണിക്കാ 8 മണിക്കാ ഒരാളും ചോദിക്കില്ല. ഇതിപ്പോ ആ സാറൊക്കെ എത്ര തിരക്കുള്ള ആളാന്നറിയോ. നിങ്ങൾക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ആവട്ടോ. എന്റെ സാറേ, ഞാൻ ആ വാട്ടർ ബിൽ അടയ്ക്കാന്ന് വിചാരിച്ചിട്ട് പോയതാ. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ അടയ്ക്കാനും പറ്റുന്നില്ല. നേരിട്ട് ചെന്ന ആ മനുഷ്യൻ അവിടെ ഇല്ലേനും. ഇന്നിപ്പോ ആ കിഴങ്ങൻ ബാങ്കിൽ പോയിരിക്കത്രേ. നമുക്ക് മാത്രമേ ഉള്ളൂ സമയവും ഡിസിപ്ലിനും എല്ലാം. എന്റെ മോനെ ഇവിടുന്ന് കഴിച്ചിലായി പോന്നിയോ നല്ല. വെരി വെരി സോറി ട്ടോ. തിരക്കൊന്നുമില്ലല്ലോ അല്ലേ? തിരക്കൊന്നുമില്ല, പതുക്കെ മതി. എന്തെന്നാ പേര്? പേര് ഐശ്വര്യ എന്നാ. ഐശ്വര്യ വിളിച്ചാ മതി ട്ടോ. എന്ത് കണ്ണശി പരന്നുണ്ട്. അയ്യോ, ആരൊക്കെ കണ്ടിട്ടുണ്ടാവോ? ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചില്ല. താങ്ക് യു. ഞാനിതൊന്ന് ശരിയാക്കിട്ട് വരാട്ടോ. തിരക്കൊന്നുമില്ലല്ലോ അല്ലേ? മതി, എല്ലാം ശരിയാക്കിട്ട് വന്നാ മതി. എനിക്കൊരു തിരക്കൂല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. പിന്നിൽ നിൽക്കുന്ന ചേട്ടാ, ആ AC ഒന്ന് ഓൺ ചെയ്യാമോ? It's too hot, you know. What a change. Last time when I came, it was like a cow shed, you know. ഈ പശു തൊഴുത്ത്. I think you guys changed your color. ജയ, നീ ആ കാലത്ത് വെച്ച പാട്ടനൊന്നും കൂടി വെച്ചേടാ. ഇതിലും ഭേദാ. ചേട്ടാ, എന്റെ അക്കൗണ്ട് നിറയാൻ എത്ര പൈസ വേണമെന്ന് നോക്കിക്കേ. ഓ സോറി, പൈസ അല്ലാട്ടോ, ഡോളർ. യു നോ, ഡോളർ ഇസ് വെരി കോസ്റ്റ്ലി നൗഡേയ്സ്. മാഡം, പേരോ അക്കൗണ്ട് നമ്പറോ കിട്ടിയിരുന്നെങ്കിൽ. അക്കൗണ്ട് നമ്പറോ? ഓ മൈ ഗാഡ്, യു ആർ ആസ്കിംഗ് മൈ അക്കൗണ്ട് നമ്പർ. എന്റെ പേര് പോലും ഞാൻ ഓർത്ത് വെക്കാറില്ല. മാനേജർക്ക് അറിയാലോ. ആ അങ്കിളിന് അറിയണ്ടാവില്ല, പ്രായമായില്ലേ. What is Mr. Panikar? He must be knowing. പണിക്കരാ? ഏതാ സാറേ ഈ പണിക്കര്? എന്തിനാ പണിക്കര്? കബഡി നേരത്തിട്ട് അക്കൗണ്ട് നമ്പർ കണ്ടുപിടിക്കാനാ? നിനക്ക് വേറെ പണിയൊന്നുമില്ല ദാസ. അവള് കുറച്ച് കഴിയുമ്പോ വെറ്റില ചോദിക്കും നിന്നോട്. ജേട്ടാ, തനിക്കറിയോ ഈ പണിക്കരെ? സാറേ, അപ്പുറത്തെ റോഡിലെ കോപ്പറേറ്റീവ് ബാങ്കിലെ സ്റ്റാഫാ. പണിക്കരല്ലേ? മാഡം, വിച്ച് ബാങ്ക് യു ഹാവ് അക്കൗണ്ട്? ദിസ് ഈസ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. What a shame! Simply changing the name of the bank without telling the customer. What a pity! I am going to make a complaint. ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്യും. എന്ത് മോശം സർവീസാ നിങ്ങള്. എത്ര നേരമായി ഞാൻ അവിടെ നിൽക്കണോ? നിങ്ങളാ കർണാടകയിലേക്ക് ഒന്ന് പോയി നോക്ക്. ഉണ്ണിക്കുട്ടാ മോനെ, നിനക്കിവിടെ അക്കൗണ്ട് ഉണ്ടാ? എനിക്ക് ഇവിടെ അക്കൗണ്ട് ഒന്നുമില്ല. പിന്നെ എവിടെയാ? ബറോഡയിലാ അതെ പഞ്ചാബിലാ? എനിക്കൊരു അക്കൗണ്ട് ഒന്നുമില്ല. ഞാനേ കസ്റ്റമർ. ഇയാളെന്തിട്ടാ പല്ലടിക്കണേ? ജയ, ഇവിടെ ഇരുന്ന് പേപ്പർ വെയിറ്റും കത്തിരിയൊക്കെ എവിടെ ഉണ്ടോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കേണ്ടതൊന്നും ഇവിടുന്ന് എടുക്കായിരിക്കുമെന്ന്. ഒരു ആവശ്യം വന്നൊരു സാധനം കിട്ടില്ല. ഏയ് പേടിക്കണ്ട മോനെ, സാറിന് സർട്ടിഫിക്കറ്റ് ഉള്ളതാ. ചേച്ചി, ഞാനൊന്നും വന്നിണ്ടായില്ലേ ആന്റെ ലോൺ എടുക്കാൻ, അക്കൗണ്ട് എടുക്കാൻ, എല്ലാ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇനി അത് വേണം ഇത് വേണമെന്ന് പറയാനൊക്കെ ഇരിക്കോട്ടാ. ഇങ്ങോട്ട് തരൂ. കുട്ടിയെ,
കുറച്ച് പാസ്ബുക്ക് ഉണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരുമോ? ഞാനൊരു കാര്യം ചെയ്ത് കണ്ടില്ല ചേട്ടാ, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂട്ടോ. സാറേ, മാനേജറില്ലേ? സാറില്ലല്ലോ, ആ സാറിനെ കണ്ടാ മതി. സാറേ, മാനേജറില്ലേ? ഇല്ല എന്നല്ല അയാളിപ്പോ നിങ്ങളോട് പറഞ്ഞത്. സാറേ, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലേട്ടാ, ഞാനും മാനേജറും തമ്മിൽ ഭയങ്കര ക്ലോസാ. സാർ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരും. ആ അതെയാ, അപ്പൊ ഭയങ്കര ക്ലോസ് ആവുമല്ലോ. എന്ന് പേര്? ഫ്രെഡറിക്ക്. ഫ്രെഡി എന്ന് വിളിച്ചാ മതി. ജയ, ഫ്രെഡറിക്ക്. ആ മോക്കല് പേരുണ്ടോ നോക്കിയടാ. സാറ് എപ്പോഴും വീട്ടിൽ പോണതാണ് അത്ര. എന്താ വന്നത്? എന്തെങ്കിലും പറയണ്ട സാറിന്റെ അടുത്ത്? നാളെ വാൽമീകി ജയന്തി ആണെന്ന് പറയണ്ടേ, മുടക്കുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ആ, ബാങ്കിന് ഹോളിഡേ ആണോന്ന് അറിഞ്ഞാൽ മതി നാളെ. ഒരു കാര്യം ചെയ്യാം, അവിടെ ഇരുന്നോ, സാറ് 11:30 ആകുമ്പോ വരും. സാറ് പറഞ്ഞാലും മതി, ചെറിയ ഡീലിംഗ് ഉണ്ടേ. അല്ലല്ല, അത് വേണ്ട. നിങ്ങൾ ഇത്രയും ക്ലോസ് ആയ നിലയ്ക്ക് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് വിഷമവും. വെയിറ്റ് ചെയ്താൽ മതി, സാറ് 11:30 ആകുമ്പോൾ വരും. അല്ല സാറേ, കുഴപ്പമില്ല, സാറ് പറഞ്ഞോ. തന്നോട് 11:30 വരാനല്ലോട് പറഞ്ഞത്. തിരക്ക് കഴിഞ്ഞോ? ഫോട്ടോ കൊണ്ടുവന്നിട്ടില്ലേ? ഫോട്ടോ തന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, എൻ്റെ കയ്യിലുണ്ട്. എന്നാ. അയ്യോ, ഇതെന്താ ഇതൊന്നും വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. സാറേ, ഇത് കണ്ടോ? എൻ്റെ സാറേ, ആടിൻ്റെ ലോൺ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. അന്ന് ഫോട്ടോ ഉണ്ടായില്ലേ. ഇപ്പൊ ഫോട്ടോ കാണുന്നപ്പോ ഈ പെണ്ണുമ്പള് പറയണ വർത്താനം കേട്ടില്ലേ? എന്താ ഐശ്വര്യത്? ഫോട്ടോ ഇത്തിരി ഭംഗി കുറഞ്ഞാലും കുഴപ്പമില്ല. സാർ, ഇത് ആടിന്റെ ഫോട്ടോ ആണ്. ആടിന്റെ ലോണിന് പിന്നെ പോത്തിന്റെ ഫോട്ടോ കൊണ്ടുവരാ? ഏയ് സാരല്ല, അക്കൗണ്ട് ശരിയാക്കി വെക്കാം. ഇനി വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവന്നാ മതി. അത് മതി സാറേ, അത് മതി. കണ്ട് പഠിക്ക്. ജയ, നീ മിഥുന സിനിമ കണ്ട? സാറേ, മോഹൻലാലിനല്ലേ? ഏയ്, അത് ഇന്നസെന്റിന്റെ സിനിമയാടോ. അതില് തേങ്ങ ഓടിക്കണ നേരത്തെ ഇന്നസെന്റ് നിക്കണ പോലെ ഒരാൾ നിക്കണണ്ട. നീ എവിടെ? ഇതെവിടെ? നീ വേണോ നോക്കിക്കോ. അയാൾ 8ന്റെ പണി തരും. അയാള് പാവണോ സാറേ? ഹലോ സാറേ, എന്താ നിക്കണേ? ദേ ഇവിടെ ഇവിടെ, ഇങ്ങോട്ട് നോക്ക്. എന്താ നിക്കണോ? Are you the person responsible? Are you the person responsible? Last 15 minutes, bloody 15 minutes, I've been standing here. Where is the manager? Who is the person responsible here? എന്താ നിക്കണെന്ന്? എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ല, അവിടെ പറഞ്ഞാൽ മതി. എന്താ ഇഷ്യൂ ഇത്? സാറിന് എന്താ വേണ്ടെന്ന് ചോദിക്കേ. സോറി സർ, ഞാൻ സാർ കാറ്റ് കൊള്ളാൻ നിക്കാന്ന് വിചാരിച്ചു. കാറ്റ് കൊള്ളാം? ഇതെന്താ വാടാനപ്പള്ളി ബീച്ചാ? Is this a bloody beach? എന്റെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. എന്റെ അക്കൗണ്ടിൽ 14 CR ഉണ്ട്. അതിൽ 10 CR എനിക്ക് ഇപ്പൊ കിട്ടണം. 10 CR. എത്ര? 10 CR. ചെവി കേക്കില്ല നിനക്ക്? സാറേ, എന്റെ കയ്യും കാലും വരക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വഴി ഉണ്ടാക്കാം സാറേ. സാറ് ഇരിക്കേ പ്ലീസ്. എന്തായാലും വന്നതല്ലേ, മാനേജറെയൊക്കെ കണ്ടിട്ട് പോവാം. സാർ ഇരിക്കൂ പ്ലീസ്. ഒരു മാനേജർ റിംഗ് ടോണി കേക്കണത്. സാറേ, ഒരു പണി കിട്ടിയിട്ടുണ്ട്. 10 കോടി അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞ് ഒരു HNA കസ്റ്റമർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വന്നൊന്ന് തണുപ്പിക്കണം സാറേ. നീ എന്തേ പറയണ? 10 കോടിയാ? ഏത് കസ്റ്റമർ? ഈ പേരൊന്നും ചോദിച്ചില്ല ഞങ്ങളോട്? സാറേ, പുള്ളി ഭയങ്കര കെൽപ്പില്ല. പേരൊക്കെ ചോദിക്കാൻ നിന്നാ ഉള്ള 14 കോടിയും പോവും. എൻ്റെ അറിവില് 14 കോടിയൊക്കെ ബാലൻസ് ഉള്ളത് ഒരു ശാസ്ത്രിയാണ്, ഒരു ശ്രീനിവാസ ശാസ്ത്രി, തിരുവങ്കടം ശ്രീനിവാസ ശാസ്ത്രി എന്ന് എനിക്ക് തോന്നണേ. നീ ഒരു കാര്യം ചെയ്യേ, എന്തായാലും അയാളോട് പിടിച്ചിരുത്ത്. ഞാൻ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോൾ വരാം. തിരക്ക് കഴിഞ്ഞെങ്കിൽ എൻ്റെ പാസ്ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരുമോ? ഇതെന്താ? കരക്കാരുടെ പാസ്ബുക്ക് മൊത്തം ഉണ്ടല്ലോ.
ചേട്ടന് വേറെ വല്ല പണി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വാ. റേഷൻ കടയിൽ പോവാനോ സൈക്കിളിന്റെ പഞ്ചറൊട്ടിക്കാനോ അതൊക്കെ കഴിഞ്ഞിട്ട് വാ. ഞാൻ ഇതൊക്കെ ഒന്ന് തീർത്തോട്ടെ. ഇല്ല, തിരക്കൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. സാറേ നമസ്കാരം, ഞാൻ റോക്കി. റോക്കിയാ? നീയാണോ റോക്കി ബൈ? അല്ല സാറേ, വെറും റോക്കി. സാറിന് സമയമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ പരിചയപ്പെടുത്താം. അല്ല, സാറിപ്പോൾ 10 CR എടുത്താലും ബാക്കി 4 CR ഉണ്ടല്ലോ, അത് നമുക്ക്. നിനക്കിപ്പോ എത്രയാ വേണ്ടേ? സാറേ 1 CR. നീ 2 എടുത്തോ? എവിടെയെങ്കിലും ഒപ്പിടാണ്ടോ? താങ്ക് യു സാർ, ആദ്യമായിട്ടാ. ഡാ റോക്കി, നീ ഇതെങ്ങടാ? കേക്ക് മേടിക്കാൻ. ഡാ നീ ഇങ്ങനെ മിണ്ടുമ്പോഴേക്കും കേക്ക് വാങ്ങിക്കാൻ പോലടാ. സാറൊന്ന് വരട്ടെ. ഏയ് അതൊന്നും ശരിയാവില്ല, കേക്ക് മേടിച്ചിട്ടുള്ള കച്ചവടമുള്ളൂ. സാറേ നമസ്കാരം. ഞാനേ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. എന്ത് പറ്റി സാറേ ഇത്ര പെട്ടെന്ന് പൈസ എടുക്കാൻ? ഇത്ര അധികം പൈസ? എനിക്കൊരു ചായ കുടിക്കാൻ. എന്റെ പൈസ എനിക്ക് എടുക്കാൻ പറ്റില്ലേ? സാർ എപ്പോഴും ദേഷ്യത്തിലാ അല്ലേ? ഒക്കെ പുതിയ പിള്ളേരാ സാറേ. ഒരെണ്ണത്തിന് കസ്റ്റമറെ ഡീൽ ചെയ്യാൻ അറിയില്ല. ഈ അണിഞ്ഞൊരുങ്ങി വരാന്നല്ലാണ്ട്. അവർക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കണം സാറേ. സാറിൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ ഭയങ്കര മറവിയോ സാറേ. ഞാനത് അങ്ങോട്ട് മറന്നുപോയി. സാറിന്റെ പേരൊന്ന് പറഞ്ഞാ? 56714231147218. അയ്യോ സാറേ, കുറച്ച് പതുക്കെ സാറേ. 56714231147218. ഓ, ഒടുക്കത്തെ മെമ്മറി ഉള്ള ജയ. സാറിന്റെ പേര് പുഷ്പാങ്കദൻ എന്നല്ലേ? വേറെ വല്ല അക്കൗണ്ടും ഉണ്ടോ? ഇല്ല. അല്ല, ഈ അക്കൗണ്ടിൽ ഇപ്പോ 14 രൂപയെ കാണാനുള്ളേ. 14 രൂപയല്ല, 14 CR. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2 കൊല്ലം മുമ്പ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ പാസ്ബുക്കിൽ 14 CR എന്ന് എഴുതിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറേ 14 CR എന്ന് പറഞ്ഞാൽ 14 കോടിയല്ല, 14 ക്രെഡിറ്റ് ബാലൻസ്. അതായത് സാറിന് എടുക്കാൻ പറ്റാവുന്ന എമൗണ്ട്. സാറ് അഡ്മിറ്റ് ആണെന്നാ പറഞ്ഞല്ലേ? വെസ്റ്റ് ഫോർട്ടില് അല്ലേ? നോ, വെസ്റ്റ് ഫോർട്ട് അല്ല, പടിഞ്ഞാറേക്കോട്ട. അങ്ങനെ പറയണം, എന്നാലേ മനസ്സിലാവും. വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ കിടത്തിയിരിക്കുന്ന അതേ സെല്ലിലാ ഞാനിപ്പോ കിടക്കണേ. എങ്ങനെയുണ്ട്? ചില്ലല്ലേ? മനസ്സിലായി. സാറിന് ഇപ്പൊ ഒരു ചായ കുടിക്കണം അല്ലേ? അത്രയല്ലേ ഉള്ളൂ. വരും, നമുക്ക് പോയിട്ടൊരു ചായ കുടിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. മോഹൻദാസും ഐശ്വര്യം ഇവിടെ തന്നെ ഉണ്ടാവണട്ടാ. കുട്ടേ, സർവീസ് ഒന്നും അത്ര ശരിയല്ലട്ടോ. തിരക്ക് കഴിഞ്ഞെങ്കിൽ എൻ്റെ പാസ്ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരുമോ? പാസ്ബുക്ക് പതിക്കാൻ മേനേരെ കാണേണ്ട കാര്യമില്ല, അവിടെ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ വരാം കുട്ടിയെ, നിങ്ങളുടെ തിരക്കൊക്കെ കഴിയട്ടെ. സാറേ, മാനേജർ വരുമ്പോൾ ശ്രീനിവാസ ശാസ്ത്രി വന്നിരുന്നു എന്നൊന്ന് പറയണം. ഓ ആയിക്കോട്ടെ. അല്ല സാറേ, പേരെന്താന്നാ പറഞ്ഞേ? ശ്രീനിവാസ ശാസ്ത്രി, തിരുവെങ്കടം ശ്രീനിവാസ ശാസ്ത്രി. മുഖരിതം കലനം സങ്കലനം വ്യവകലനം എല്ലാം തെറ്റി.